ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജോയലിന്റെ മരണകാരണം ഹൃദയാഘാതമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളി കുടുംബം രംഗത്ത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം. നീതി തേടി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നുവെങ്കിലും ഗുണമുണ്ടായില്ലെന്നും പിതൃസഹോദരി KK കുഞ്ഞമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ജോയലിന്റെ മരണം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ ആന്റി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മരണകാരണം ഹൃദയാഘാതമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം. അല്ല, 2021 ജനുവരി 1 വൈകിട്ട് 4:45 മണി സമയമായപ്പം എൻ്റെ മൂത്ത ചേച്ചിയോട് ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന. അപ്പോഴൊരു പുറയിലൊരു വണ്ടി വന്ന് അവൻ്റെ വണ്ടി വരച്ചുമായിരുന്നു. എന്നിട്ട് ആ വണ്ടിക്കാരൻ ഇറങ്ങി എൻ്റെ മോൻ്റെ ചേളിലേക്ക് അടിച്ചു. ഓൺഗാർഡ് പോലീസിനെ വിളിച്ചു. വണ്ടി അവിടെ സൈലൻ്റ് ആക്കി ഇട്ടിട്ട് മോൻ്റെ വണ്ടി അടൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ആ പട്ടാളക്കാരൻ്റെ വണ്ടിയും കൊണ്ടുവന്ന് 4:45 തൊട്ട് 7 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അവിടെ എത്തി. അന്നേരം തന്നെ ഞാൻ ഓടിയെത്തി. എൻ്റെ ആങ്ങളെ അവിടെ വന്നു, ആങ്ങളയുടെ മോൻ വന്നു, കണ്ടാലറിയാവുന്ന പലരെയും ഞാൻ വിളിച്ചു വരുത്തി. 6 മണിയായപ്പോൾ ഒരു ഫോൺ വന്നപ്പോൾ KV അജി സാർ, തെങ്ങമ്മം KV അജി സാറ് അവിടെ പറവ സാറ് വന്നിട്ട് പറഞ്ഞു CA വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഒരു മനസ്സിന് ടെൻഷനായി. അങ്ങനെ അവിടെ നിന്ന് CA സാറ് വന്നു. അപ്പോൾ എൻ്റെ മോൻ അവിടെ ബെഞ്ചിലിരിക്കുമായിരുന്നു. സാറ് വന്നത് കണ്ടുകൊണ്ട് എണ്ണിച്ച് വന്നിട്ട് ഇതെൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞങ്ങൾ രണ്ടും അവിടെ കയറി നിന്നപ്പോൾ ജയകുമാർ എന്ന് പറഞ്ഞ സാറ് വന്ന് അവൻ്റെ കൊങ്ങായിക്ക് പിടിച്ചു, പെടലിക്ക് പിടിച്ച് ഇങ്ങനെ അമക്കിയിട്ട് പറഞ്ഞു ഊതടാന്ന്. അപ്പോൾ അവൻ്റെ മാലയുടെ ചുറ്റയിൽ അരിവാൾ നക്ഷത്രമാണ്. ഇതവൻ നല്ല രീതിയിൽ കാണിച്ച്. അപ്പോഴും നീ എന്തോടെ പറഞ്ഞ അനുസരിക്കത്തില്ലയോ എന്നും ചോദിച്ചും ബിജി സാറ് ഇങ്ങനെ കയറി അമക്കി പുക്കളിന് പിടിച്ചു. കാലിൻ്റെ മുട്ടും കൊണ്ട് അവൻ്റെ നാവിക്ക് 2 ഇടി. 3ാമത്തെ ഇടി ഞാൻ ഇടയ്ക്കൊണ്ട് എൻ്റെ വള്ളയ്ക്ക് കൊണ്ട് ഞാൻ വീണു. അവിടെ കാലുവഴി ഞാൻ മൂത്രമൊഴിച്ചു. ഇത് കഴിഞ്ഞ് എനിക്ക് വേദന സഹിക്കാൻ വയ്യ. അപ്പോഴത്തേനും വേഗം ഷിജു പി സാമ് പിടിച്ച് അമ്മയ്ക്ക് വെച്ച് കൊടുത്തു. ശ്രീകുമാറും പുറത്ത് മുട്ട് വെച്ച് പടാന്ന് കുനിച്ച് നിർത്തി ഇടി കണ്ടിരിക്കത്തില്ല. അപ്പോഴേ ജോയലിൻ്റെ പപ്പ ഓടി കയറി വന്നിട്ട് സാറേ ഇനി ഇടിക്കല്ല അവൻ ചത്തുവും. നേരം തെങ്ങമ്മൻ KV അജി സാറാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയലിൻ്റെ പപ്പയുടെ ഉടുപ്പിൻ്റെ കോളറിന് പിടിച്ച് വലിച്ചെറിഞ്ഞു. അവൻ്റെ അനിയൻ നിന്ന് വിളിച്ചു കരയുമായിരുന്നു. ഷിജുപ്പിയാന്ന് വലിച്ചിങ്ങനെ സെല്ലിലെറിഞ്ഞപ്പോൾ അവൻ്റെ തല ഇവിടെ ചെന്ന് പുറേശ് ഇടിച്ച് അവൻ കറങ്ങി അവിടെ നിന്ന് ഇരിക്കുക. ഈ ജനുവരി 1 ഇടി കഴിഞ്ഞു. മെയ് 22 ആണ് അവൻ മരിക്കുന്നത്. 5 മാസം തേച്ചില്ല. മുഖ്യമന്ത്രി സാറിൻ്റെ അടുത്ത് പല പ്രാവശ്യം ഞങ്ങൾ കത്ത് കൊണ്ടു കൊടുത്തു. നേരിട്ട് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടു കൊടുത്തു. മുഖ്യമന്ത്രി സാറിന് ഇതിന് സംശയമുണ്ടെങ്കിൽ ഈ CCTV ക്യാമറ പരിശോധിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അത് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ആ പേപ്പറിനകത്ത് അവൻ്റെ തലയ്ക്ക് പുറവിൽ ചതവുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, നട്ടലിന് പൊട്ടലുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ സാറ്? 5 മാസം അവൻ തേച്ചില്ല. അന്ന് തൊട്ട് മൂത്രത്തിൽ ചോരയും പഴുപ്പോ പോകുന്നേ. മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മെഡിക്കൽ പരിശോധനയിൽ അറിയാവുന്നതാണല്ലോ. കൈക്കൂലി കൊടുപ്പിച്ചിട്ട് ഞാൻ ആശുപത്രിയിലായ നേരം കൊണ്ട് ഈ പട്ടാളക്കാരനെ വിളിച്ച് വരുത്തി വേറൊരു കേസ് എടുപ്പിച്ചിട്ടാണ് ഈ രീതിയിൽ അവരെഴുതി ചേർത്തത്. സംഭവം നടന്ന് 4 മാസവും 22 ദിവസവും പൂർത്തിയാകുന്ന ദിവസമായിരുന്നു ജോയലിൻ്റെ മരണം. അതിലേക്ക് നയിച്ചത് ജനുവരി മാസം 1 തീയതി കസ്റ്റഡിയിലേറ്റ മർദ്ദനമാണ് എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. ആ സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ വിവരാവകാശ നിയമപ്രകാരം പരാതി നൽകിയെങ്കിലും ഫലം ഉണ്ടായിട്ടില്ലെന്നും ബന്ധുക്കൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അടൂരിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.